ഹലോ ഗൈസ്, നമ്മുടെ ലൈഫിൽ റിയൽ വൺസ് ആരാന്നറിയാമോ? ഞാനിപ്പോൾ കറങ്ങി UAE-ലാണ്. അപ്പം ഇവിടുത്തെ ഇന്നലത്തെ പ്രശ്നം നിങ്ങൾ ന്യൂസ് വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ എന്തായാലും കാണും. അപ്പോൾ എൻ്റെ ചില 3G സ്വഭാവം കാരണം ചിലരുമായിട്ടൊന്നും ഞാൻ വലിയ കണക്റ്റഡ് അല്ല മിണ്ടത്തിലൊന്നും എന്നോട് പറയാം. പക്ഷേ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്നെ അവർക്ക് വിളിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ ചിലരുണ്ട്. അവർ എൻ്റെ അമ്മയെ വിളിച്ച് വരെ ചോദിച്ചു ഞാൻ സേഫാണോ എന്ന്. നമ്മുടെ അടുത്ത് എത്ര ദേഷ്യമുള്ളവരായിക്കോട്ടെ, മിണ്ടാതിരിക്കുന്നവരായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, പക്ഷേ ഞാനിങ്ങനൊരു സ്ഥലത്ത് ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഗോഡ്സ് ഗ്രേസ് ഇവിടെ ഒരു പ്രശ്നമില്ല. പക്ഷേ ഞാൻ ഇങ്ങനൊരു സ്ഥലത്താണെന്ന് അറിഞ്ഞപ്പോൾ, പ്രശ്നങ്ങൾ അറിഞ്ഞപ്പോൾ ആ ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് അവർ വിളിച്ച് അമ്മയെടുത്ത് അന്വേഷിക്കുക, ഞാൻ സേഫാണോ ആൻറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു 3G സഹോദരൻ റിഗ്രറ്റ് അടിക്കുന്നു ഗൈസ്. അതെന്തോ നമ്മുടെ തന്നെ നമ്മളെന്ത് പ്രശ്നത്തിലാണെങ്കിലും നമ്മുടെ തന്നെ എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ പെരുമാറുന്നില്ലേ, അവരാണോ റിയൽ വൺസ്. ആൻഡ് അങ്ങനെ കുറച്ച് പേരെ എനിക്ക് ഇന്നലെ മനസ്സിലാക്കാൻ പറ്റി, കുറച്ച് പേരെ. ബട്ട് ഞാൻ കണക്ട് ആയിട്ടുള്ളവർ അങ്ങനെ എന്നെ വിളിച്ച് അന്വേഷിക്കണമെന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. കണക്ട് ആയിട്ടുള്ളവർ ഇങ്ങനെ അന്വേഷിച്ചിട്ട് പോലും എനിക്ക് ആ ഒരു തോന്നത്തില്ലായിരുന്നു. ഇവരെന്നെ വിളിച്ചിട്ട് അമ്മയോട് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ കുറേ പേര് എനിക്ക് മെസ്സേജ് ഇട്ടും, നീ സേഫ് അല്ലേ, സേഫായിട്ട് ഇരിക്കുക കേട്ടോ, എന്താ പറയുക, ഒരു കെയറിങ് ഇല്ല, ഒരു കെയറിങ് മെൻറ്റാലിറ്റി അതിനോട് കാണിച്ചപ്പോൾ എന്തോ എവിടേക്കോ ഒരു വേദന പോലെ. അപ്പോൾ അവരാണ് നമ്മൾ റിയൽ വൺസ് എന്ന് പറയുന്നത്. അവരെ വേണം നമ്മൾ നമ്മുടെ ലൈഫിൽ ചേർത്ത് പിടിക്കാനെന്ന് എനിക്ക് തന്നെ മനസ്സിലായി. അപ്പം ഈ പുറമെ കാണുന്നവരെ കണക്കല്ല കുറേ വീഴും. നെക്സ്റ്റ് റിയലൈസേഷൻ. ഓക്കെ, അപ്പോൾ ഗോഡ് ഗ്രേസ് ഇവിടെ ഒരു കുഴപ്പമില്ല, ഐ ആം സേഫ് ഹിയർ. രാവിലെ ഓഫീസിലും പോയി. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു.